ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ വളരെ അധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളൊക്കെ നമ്മുടെ സ്മാർട്ട് ഫോണിൽ പലതരത്തിലുള്ള അസിസ്റ്റൻറ്റുകളും നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുള്ള ഉദാഹരണം പറയുകയാണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. എന്നാൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിനെ കുറച്ചും കൂടി ഒന്ന് സ്മാർട്ടാക്കാൻ വേണ്ടി സ്മാർട്ട് ഫോണിലുള്ള ഒരു അസിസ്റ്റൻ്റ് ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ടെക്നോളജി ലോകത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ തത്സമയം അറിയുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമ്മുടെ ഫോൺ അസിസ്റ്റൻ്റ് ഫസ്റ്റ് തന്നെയുള്ളത് ആപ്ലിക്കേഷൻ പെർമിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സെക്ഷനാണ്. ആപ്ലിക്കേഷൻ പെർമിഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്ത് പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ ആപ്ലിക്കേഷനും എടുക്കുന്ന പെർമിഷനുകൾ ഏതൊക്കെയെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ അത് ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു പെർമിഷൻ എടുക്കുന്ന ആപ്ലിക്കേഷൻ ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകൾ, അതായത് ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ താൽക്കാലികമായി നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ട ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻ്റെ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യാം. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ മൊബൈൽ ഡാറ്റ മാത്രം ഓഫ് ചെയ്യാം, വാട്സപ്പിൻ്റെ മൊബൈൽ ഡാറ്റ മാത്രമായിട്ട് ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ അതിനായി നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർനെറ്റ് ഓഫ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതൊരു ആപ്ലിക്കേഷൻ്റെ ആണോ മൊബൈൽ ഡാറ്റ നിങ്ങൾക്ക് ഓഫ് ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് ടിക്ക് മാർക്ക് നൽകുക. ടിക്ക് മാർക്ക് നൽകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒക്കെ മൊബൈൽ ഡാറ്റ ഓഫായിരിക്കും. ഇത് പിന്നെ ടേൺ ഓൺ ചെയ്ത് കൊടുക്കണം. പിന്നീട് പറയാനുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ആപ്ലിക്കേഷന് കൃത്യമായ പെർമിഷൻ നൽകിയെങ്കിൽ മാത്രമാണ് ഈ ഒരു ഫംഗ്ഷനൊക്കെ കൃത്യമായി വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെല്ലാം നൽകിയിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ആവശ്യമുള്ള ആളുകൾ മാത്രം ഉപയോഗിക്കുക. ഇത്തരത്തിലുള്ള ടെക്നോളജി വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക.